സോഷ്യൽ മീഡിയ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ചന്തമാരിയാണല്ലോ, ഒരു അങ്ങാടിയാണല്ലോ. അവിടെ ആർക്കും എന്തും പറയാം, എന്തും. അല്ല, ഒരു സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞ് അഭിപ്രായം അങ്ങനെയല്ല. അപ്പം അതാണ് കുഴപ്പം. അപ്പോൾ ഒരു ഇൻ്റർവെൽ ആകുമ്പോഴേക്കും ഈ പടം മോശമാണെന്നൊക്കെയുള്ള രീതിയിൽ പോസ്റ്റ് ഇടുക, അതല്ലെങ്കിൽ അത് ഉടനെ SMS ചെയ്യുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ആൾ ഇതിന് യോഗ്യനാണോ എന്നുള്ള ഒരു ചോദ്യം നോക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഏതുതരം പ്രേക്ഷകനായാലും ശരി, അവൻ ഇൻ്റർവെൽ വരെ കണ്ടത് പടം മോശമാണെന്ന് പറയാൻ അവനെന്ത് യോഗ്യത എന്നുള്ളത് അവൻ സ്വയം പരിശോധിക്കേണ്ടതാണ്. ഒരു സിനിമ ഇഷ്ടമെന്ന് നമുക്ക് സ്വയം പറയാം, അതിൻ്റെ അത് യാതൊരു വിരോധമില്ല. പക്ഷെ മറ്റുള്ളവർ കാണണ്ട എന്ന് പറയാനുള്ള യോഗ്യത ഇവർക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതാണ് ഈ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലതായാലും ചീത്തയായാലും, നല്ലതാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നതാണ്. അത് സിനിമയ്ക്കല്ല, ഇപ്പോൾ സിനിമയ്ക്ക് പ്രൊമോഷനല്ല, ഒരു പ്രേക്ഷകന് നിങ്ങൾ നല്ല സിനിമ കാണൂ എന്ന് പറയാനായിട്ട്. അതെ, സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ റിഫ്രഷ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഇപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു, നല്ലൊരു കവിത കേട്ടു, നമ്മൾ നമ്മുടെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ നല്ല ബുക്ക് വായിച്ചാൽ ഈ ബുക്കൊന്ന് വായിക്കൂ, അല്ലെങ്കിൽ നല്ല സിനിമ കണ്ടാൽ നിങ്ങൾ ആ സിനിമ കാണുമെന്ന് പറയാം. ഒരു സിനിമ മോശമാണെങ്കിൽ നിങ്ങളത് കാണരുതെന്ന് പറയാൻ എനിക്ക് യാതൊരു അവകാശമില്ല, ഒരു റൈറ്റില്ല. പ്രത്യേകിച്ചും ഓരോരുത്തരുടെ ഇഷ്ടം വേറെയാണ്. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം ഞാൻ ജയന്തിയോട് പറയുന്നത്, നിങ്ങൾ കാണരുതെന്ന് പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ആ ചോയ്സ് നിങ്ങൾക്ക് വിട്ടുകൊടുക്കൂ എന്ന് ഒരു മിനിമം ഇത് കാണിക്കാന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു സാധനം മോശമാണെന്ന് പറയാൻ നമുക്ക് റൈറ്റ്സ് ഉണ്ട്, അതിനകത്ത് യാതൊരു ഇല്ല, അതിന് ഞാൻ കുറ്റം പറയാനില്ല. പക്ഷെ പലതും പോസ്റ്റ് ഇടുമ്പോൾ അങ്ങനെയാണല്ലോ വരുന്നത്. നമ്മൾ ഈ പടം കാണരുത്, ഇത് തൊട്ടിപ്പടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടരുത്. ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനും കൂടി ഉത്തരവാദിത്വം ഉണ്ട് അവർക്ക്. അതാണ്, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഇന്ന കാലങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ കാണണ്ട. അതല്ലാണ്ട് ചീത്ത വിളിക്കാന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അനാവശ്യമായി പുകഴ്ത്തുന്നുണ്ട്. അത് വളരെ കൂടുതലാണ്. അതും നമ്മൾ പറയണമല്ലോ. അപ്പം അത് ഈ സോഷ്യൽ മീഡിയ ചെയ്ത ഏറ്റവും വലിയൊരു ദ്രോഹം ഞാൻ തോന്നുന്നു. മീഡിയോക്കറായിട്ടുള്ള കലാസൃഷ്ടികളെ, മീഡിയോക്കറായിട്ടുള്ള കലാകാരന്മാരെ ഉദാത്തമാണെന്ന് വാഴ്ത്തുന്ന ഒരവസ്ഥയും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. മുമ്പ് സോഷ്യൽ മീഡിയ ഒക്കെ വരുന്ന കാലത്ത് ഇപ്പം ഞങ്ങളൊക്കെ വന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ഒരു സിനിമ 10 സിനിമ കഴിയുമ്പോഴാണ് ഒരു നടനോ അല്ലെങ്കിൽ ഒരു സംവിധായകൻ പിന്നെയും കഴിഞ്ഞിട്ടാണ് ആൾക്കാരുടെ മുമ്പിൽ ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം, അവരെ വാഴ്ത്തുന്ന ഒരു സംഭവം കൂടി വരുന്നുണ്ട്. അത് വാഴ്ത്തുന്നതുകൊണ്ട് തെറ്റുണ്ടായിട്ടില്ല. പക്ഷെ നമ്മളീ പറയുന്ന മീഡിയോക്കർ സാധനങ്ങൾ നമ്മൾ ഉദാത്തമാക്കുന്നത് അത് സിനിമയിൽ മാത്രമല്ല കേട്ടോ, ജീവിതത്തിലും എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അതാണ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഒരു കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലതിനെയും ചീത്തതിനെയും വളരെ പെട്ടെന്ന് ആവശ്യത്തിൽ കവിഞ്ഞിട്ട് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഇത് പോകുന്നുണ്ട്.